കേരളത്തിലെ BJP അഡ്മിനിസ്ട്രേഷൻ ഫെയിലിയർ ആണ്. ഇതിപ്പോ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ ആയല്ലോ മുക്തിയാർ. എനിക്കിത് നേരത്തെ തോന്നി. സാറ് പട്ടി തേങ്ങ കുറെ നാളായാലും ഈ ഗതികേട് തുടങ്ങിയിട്ട് തൊടുന്നതല്ല അബദ്ധം. നേതൃത്വം കൈയാളുന്നത് വിവരമില്ലാത്തവരാണെന്ന് അവൻ പറഞ്ഞതിന്റെ അർത്ഥം ആശാൻ മണ്ടനാണെന്നല്ലടാ. ഭരണത്തിലെത്തിയാൽ പരാജയമാണ് എന്ന് അവരുടെ ആദ്യത്തെ 2 അനുഭവങ്ങളിൽ നിന്ന് തന്നെ കേരളത്തിൽ തെളിയിച്ചിരിക്കുകയാണ്. എന്തൊരു കാര്യം ഇതൊക്കെ വിളിച്ചു പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഒന്നാമത് സാറിന് ബ്രെയിൻ കുറവാണ്, രണ്ടാമത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ അറിയില്ല. എന്താണോ വാഗ്ദാനം ചെയ്തിരുന്നത് അതൊന്നും നടപ്പിലാക്കാൻ BJPക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് മനസ്സിലാക്കേണ്ടത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വലിയ വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിൽ വരികയും എന്നാൽ അധികാരത്തിൽ വന്നതിന് ശേഷം അതെല്ലാം മറക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എയിംസ് അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നു. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. എയിംസുമായി ബന്ധപ്പെട്ട് കേരളത്തിന് നൽകിയിരുന്ന വാഗ്ദാനം പാലിക്കാൻ സാധിച്ചില്ലല്ലോ. കേരളത്തിന് എയിംസ് നൽകാൻ സാധിക്കില്ല, ഇപ്പൊ സാധിക്കില്ല എന്ന നിലപാടാണല്ലോ ഇപ്പൊ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. അല്ല, നിങ്ങൾ എന്നെ കൊണ്ടേ പോകും. അതത്രേ പോകുള്ളൂ. അല്ല, ഇതിപ്പോ CJP ആണല്ലോ കേരളത്തിൽ, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയാണ്. തോന്നിയ പോലെ ചെയ്യണം, അതാണ് പോളിടെക്നിക്. അതേതോ രാഷ്ട്രീയം. ഇവനാണ് ശരിയല്ലല്ലോ, ഇവന്റെ പുറത്തെപ്പോഴും ഒരു കണ്ണുവേണം. പിണറായി വിജയൻ ഇപ്പോ BJPക്ക് മാൻ പവർ സപ്ലൈ ചെയ്യുന്ന ഒരു ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യാണ്. അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഞങ്ങൾ ഒരേ സ്റ്റാൻഡേർഡാ. കീഴായിപ്പോയി. അടികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിലത് കാണണം. അത് തൃശ്ശൂരിൽ കണ്ടു, കേരളത്തിലുടനീളം കാണാം. ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടി ചില അടവ് നയങ്ങൾ സ്വീകരിക്കാറുണ്ട്. പിണറായി വിജയൻ BJPക്ക് മാൻ പവർ സപ്ലൈ ചെയ്യുന്ന ഒരു ഏജൻസി പണിയാണ് ഇപ്പോൾ കേരളത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. കൈ കൊണ്ടുവന്ന് എന്താ വെച്ചാ എടുത്തോ, എന്നിട്ട് ഇറങ്ങാ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.